വെജിറ്റബിൾസ് ഇഷ്ടമില്ലാത്ത ഒരുപാട് കുട്ടികളുണ്ട്. നമുക്ക് അവർക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ്. ഇതിനുവേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു ക്യാരറ്റാണ്, പിന്നെ ഒരു ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്, പിന്നെ നമ്മൾ എടുത്തേക്കുന്നത് കുറച്ച് ബീൻസ് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ടൊമാറ്റോ എടുത്തിട്ടുണ്ട്. ഇത് വെച്ച് നമുക്കൊരു സിമ്പിൾ റെസിപ്പി ഉണ്ടാക്കാം. അതിന് ക്യാരറ്റ് എടുത്തു, ഈ ക്യാരറ്റ് നന്നായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തു. ഹലോ ഗൈസ്, അങ്ങനെ നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്ത് വെച്ചേക്കാണ്. അതിന് നമുക്ക് എടുത്തേക്കുന്നത് ഒന്നുകൂടെയും പറയാം. ഇത് നമ്മൾ സവാള എടുത്തിട്ടുണ്ട്, പിന്നെ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, പിന്നെ ബീൻസ് എടുത്തിട്ടുണ്ട്, ടൊമാറ്റോ എടുത്തിട്ടുണ്ട്, ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്, ഓണിയൻ എടുത്തിട്ടുണ്ട്, പിന്നെ നമ്മുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് മാഗിയാണ് എടുത്തേക്കിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് റെസിപ്പിയാണ്. വെജിറ്റബിൾസ് ഒന്നും ഇഷ്ടമല്ലാത്തവർക്ക് ഈ മാഗിയിലൂടെ കൂടെ അല്ലെങ്കിൽ നൂഡിൽസിൻ്റെ കൂടെ നമുക്ക് ഈ ചെറുതായിട്ട് വെജിറ്റബിൾസ് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ കമൻറ്റും കൂടെ രേഖപ്പെടുത്തുക. അങ്ങനെ നമുക്ക് പൊടികൾ തയ്യാറെടുക്കാം. അതിനുവേണ്ടി മാഗി മസാലയുടെ കവറിലുള്ള പൊടികൾ നമ്മൾ ആദ്യം ഇട്ട് കൊടുക്കുക. ഇതിനകത്തേക്ക് നമ്മളത് ഫുൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. രണ്ടാമതായിട്ട് നമുക്ക് ഗരം മസാലപ്പൊടിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. അടുത്ത് നമുക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഓക്കെ, നമ്മൾ സെറ്റായിട്ടുണ്ട്. നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ പൊടികളെല്ലാം സെറ്റായിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. നമുക്ക് ആവശ്യത്തിനുള്ള സവാള നമ്മൾ ഇട്ട് കൊടുക്കുക. ശേഷം നമുക്ക് ബീൻസ് ഇട്ട് കൊടുക്കാം. ഒരു പച്ച ബീൻസ്. ശേഷം നമുക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. അതിന് നമുക്ക് ടൊമാറ്റോ ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഉപ്പ് നമുക്ക് ആവശ്യത്തിനുള്ള ഇട്ടാൽ മതി. ഓൾറെഡി മാഗി മസാലയുടെ പൊടിയിൽ നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട് ഉപ്പ്. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് നോക്കിയിട്ടേ ഉപ്പിട്ട് കൊടുക്കാവൂ. നമ്മൾ വെള്ളം ഒഴിച്ചു, നമുക്ക് ആവശ്യത്തിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മാഗി ഇടക്കാം. മാഗി ഇടാം അതിനകത്തേക്ക്. അപ്പോൾ നമ്മുടെ വെള്ളം ഒഴിച്ചത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമ്മുടെ വെജിറ്റബിൾസൊക്കെ ഏകദേശം വെന്തും വന്നു തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി മാഗി എടുത്ത് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. മാഗി നമ്മുടെ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ നമുക്കത് ഇട്ട് കൊടുക്കാം.
ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് നമ്മുടെ പൊടിയുടെ റെസിപ്പികൾ നമ്മൾ ഓൾറെഡി പൊടികൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഗരം മസാലപ്പൊടി, പിന്നെ മാഗിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ പൊടികളും കൂടി നമുക്ക് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിനി പൊടികളും കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ ഓൾറെഡി നമുക്ക് ആവശ്യത്തിനനുസരിച്ച് പൊടി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ പൊടികളും കൂടെ വിതറി കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ടൊന്ന് മൂടി വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ മാഗി മസാല നമ്മുടെ റെഡി ആയി കഴിഞ്ഞിരിക്കുകയാണ്. നമുക്കൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റാം.